ഹലോ, വെൽക്കം ടു അസി ക്ലാസ്സസ്. അപ്പോൾ എന്താണ് നമ്മുടെ അസി ക്ലാസ്സസ് മറ്റേഴ്സ്? അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ചാപ്റ്റർ എടുക്കാൻ. കാരണം ഞാൻ 5-6 വട്ടം വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് ശരിയാവുന്നില്ല. ഞാനിപ്പോൾ 6ാമത്തെ വട്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ എന്താണ് പറ്റുന്നില്ല. 8 മണി 8 ഞാൻ 5:30 ഇരുന്നതാണ്, ഇതുവരെ റെഡിയാവുന്നില്ല. അപ്പോൾ എന്താണ് കൂടുതൽ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം എനിക്കിത് നാളെ എടുക്കാവേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോർഷൻ തീർക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് മീ മാളു. നമുക്ക് എന്താണ് നേരെ പോവാം. നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ടോട്ടൽ? നിങ്ങൾ ഓർത്ത് നോക്കി, എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്? അങ്ങനെ ചോദിച്ചാലൊന്നും നിങ്ങൾക്ക് അറിയാൻ മേല അല്ലേ? എത്ര ചാപ്റ്റേഴ്സ് അങ്ങനെയൊന്നും ചോദിച്ചാൽ ആർക്കും അറിയാൻ മേല. ഇന്നാണോ? അല്ല, നിങ്ങൾ പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സാണ് എന്നൊക്കെയുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, 4 ചാപ്റ്റേഴ്സും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും 4 ചാപ്റ്റേഴ്സ് ഇല്ല കേട്ടോ. ഇത് വിളയ്ക്കാമെന്ന് പറയാം, ആസിഡ്സും ബേസസും, വൈദ്യുതിയുടെ ലോകം, പിന്നെ പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് കുറച്ചുണ്ടാവും. അപ്പം നിങ്ങൾ പേടിക്കേണ്ട, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മൾ പെട്ടെന്ന് ചാപ്റ്റർ എടുത്ത് പെട്ടെന്ന് PVQ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇതൊന്നും നമ്മളങ്ങനെ നോക്കുന്നില്ല, നമ്മളെന്തായാലും പറഞ്ഞു പോവാം അല്ലേ. layering is the patient of producing plants by cutting and planting the stem of the mother plant after generating roots from its. പതിവയ്ക്കൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ചതിന് ശേഷം ആ ഭാഗം മണ്ണിൽ മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. നമ്മൾ ഇതൊക്കെ നമ്മൾ ലെയറിങ് ഇതൊക്കെ നമ്മൾ അപ്പുറത്തെ പേജിൽ പറയുന്നതായിരിക്കും. എല്ലാവരും ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, സർപ്പൻ്റെയും ലെയറിങ്. നാഗപതിവയ്ക്ക. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിൽ വളച്ചു വെച്ച് പല ഭാഗങ്ങളും പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. വിവിധ രീതികളിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ. വായുവിൽ പതിവയ്ക്കുന്നു, നാഗപതിവയ്ക്കൽ. എയർ ലെയറിംഗ് ആണ് ഈ വായുവിൽ. സർപ്പൻ്റൈൻ ലെയറിംഗ് ആണ് നാഗപതിവയ്ക്കൽ. എന്തൊക്കെയാണ് വായുവിൽ പതിവയ്ക്കലിൻ്റെ എക്സാമ്പിൾ? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. സർപ്പൻ്റൈൻ ബോഗെയിൻ വില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി. ഈ ബെറ്റർ എന്ന് പറയുന്നത് ജമന്തിയാണ് കേട്ടോ. നമ്മുടെ നമ്മൾ എയർ ലെയറിംഗ് ചെയ്യുന്ന ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം മാതൃസസ്യത്തിലും പെൻസിൽ വണ്ണമുള്ള, ഇതാണ് മാതൃസസ്യം. എൻ്റെ അത് പെൻസിൽ വണ്ണമുള്ള ഒരു ഇതെടുക്കുക. എന്നിട്ട് ഈ കമ്പിൽ 2 പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ പർവ്വങ്ങൾ എന്ന് പറയുന്നത്. ഈ പർവ്വങ്ങളിൽ ഇടയിലുള്ള തൊലി 2-3 കണ്ടോ, ഇതുപോലെ 2 പർവ്വങ്ങളിൽ 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വൃത്താകൃതിയിൽ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മണ്ണ്, ചാണകപ്പൊടി, പിന്നെ മറ്റേതിൻ്റെ പേരുണ്ടായിരുന്നു, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒരു പോളിത്തീൻ കവർ വെച്ച് ഇത് കെട്ടിവെച്ച് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കാം. എന്നിട്ട് കുറേ നാൾ 2-3 മാസം കഴിയുമ്പോൾ ഇതേപോലെ വേര് വന്നും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതോടെ കുടിച്ചിടാം. ഇതാണ് ഇത് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് അങ്ങനെയായിട്ടൊന്നും ചോദിക്കില്ല, എന്തായാലും ചോദിക്കും. അത് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതാനായിരിക്കും പറയുക കേട്ടോ. ഇനി പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ.
മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും ഉണ്ടാകും. പിന്നെ സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. എന്ന് വെച്ചാൽ മദർ പ്ലാന്റിൻ്റെ അതേ ദൈർഘ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇങ്ങനത്തെ സസ്യത്തിന് പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, വേഗത്തിൽ പൂക്കുകയും കഴിക്കുകയും ചെയ്യും. നമ്മുടെ മദർ പ്ലാന്റ് വേഗം പൂക്കുകയും കഴിക്കുകയൊന്നും ചെയ്യില്ല. കാരണം എന്താണ്, അത് നമ്മൾ ഉണ്ടായി വരാൻ ഇത്തിരി ഇതൊക്കെ കൊടുക്കും. അത് രീതി നട്ടു വരുന്നതാണ്. അതെന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതാണ്. എന്താണ്, തായ് വേര് പടലം ഉണ്ടാവില്ല. എന്താണ്, ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. കൂടുതൽ പരിചരണം ആവശ്യമാണ്. എന്താണ്, റിക്വയർഡ് മോർ കെയർ. ഓക്കെ, ഇത് നോക്കിക്കുക. ഇതെന്താണ്, ഇൻഡിജീനിയസ് മാംഗോയും നീലം മാംഗോയും. എന്താണ് ഇത്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതെന്താണ്, നമ്മുടെ ഇൻഡിജീനിയസ് മാംഗോ ആണല്ലേ. ഇത് നോക്ക്, ഇൻഡിജീനിയസ് മാംഗോ ആണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്താണ്, നമ്മുടെ നീലം മാംഗോ ആണ്. നീലം മാംഗോ പുറത്ത് കാണുന്നൊരു മാംഗോ ആണെന്ന് വിചാരിക്കുന്നവരുടെ പുറത്ത് കാണുന്ന മാംഗോ ആണ്. ഓക്കെ, ഇനി ഗ്രാഫ്റ്റിംഗ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്, കമ്പൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടി മറ്റേ സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടി റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സൈൻ എന്നും പറയുന്നു. ഗ്രാഫ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ് joining the stem of superior quality plant with another plant has root belonging to the same species. Plants that has root selected for generating is called rootstock, and stem which is joined to it is called scion. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുക, ഇതിനാണ് നമ്മൾ സയൻ എന്ന് പറയുക. ഇത് ഇൻഡിജീനിയസ് ആണ്, ഇത് നീലമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ ഇൻഡിജീനിയസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ നീലം മാംഗോ. ഇതിങ്ങനെ ഇറക്കി വെച്ച് ഇതേപോലെ ചുറ്റി കൊടുക്കും. ഇതേപോലെ കട്ട് ചെയ്യാനാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ഇങ്ങനെ മുളച്ച് വരുമ്പോൾ ഇപ്പം നമ്മുടെ നോക്കിക്കേ, ചെമ്പരത്തിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം മഞ്ഞ കളർ ചെമ്പരത്തി ആയിരുന്നു, അതിൻ്റെ അകത്തേക്ക് പിങ്ക് വെച്ച് നട്ടപ്പോൾ പിങ്കും മഞ്ഞയായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് റെഡും കൂടി വെക്കണമെന്ന് തോന്നി. റെഡും കൂടി വെക്കുമ്പോൾ എന്താ, റെഡും മഞ്ഞയും പിങ്കും ആവും. അത് കഴിഞ്ഞ് ഒരു ലൈറ്റ് പിങ്ക് വെക്കണമെന്ന് തോന്നിയാൽ ലൈറ്റ് പിങ്ക് വെക്കാം. നമ്മൾ ഒരേ സ്പീഷ്യസിലുള്ള എടുക്കണം, അല്ലാതെ ഇപ്പോൾ ചക്കയുടെ അത് മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായും, ചക്കമാങ്ങ ഉണ്ടാവും. ഇല്ല, അപ്പോൾ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നമുക്ക് ഇത് നോക്കാം. എന്താണ്, കമ്പൊട്ടിക്കും തൈ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ്. വേഗത്തിൽ പൂക്കുകയും കഴിക്കും. എന്താണ്, എയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഓക്കെ, നമ്മൾ ഇൻഡിജീനിയസ് ഫലത്തിൻ്റെ ഗുണമേന്മ ഏത് മാവയാണ് മികച്ചത്, നീലമാവിനെ അപേക്ഷിച്ച് നാടൻ മാവ് എന്തെല്ലാം മേന്മകളുണ്ട് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്, നമ്മുടെ മണ്ണിൽ നന്നായി വളരുമല്ലേ ഇൻഡിജീനിയസ് മാംഗോ. പിന്നെ എന്താണ്, നീലമാവിൻ്റെ മാങ്ങകൾ ലഭിക്കും. നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നീലമാവിൻ്റെ മാങ്ങകൾ ലഭിക്കുക അല്ലേ. ഇനി ഇൻഡിജീനിയസ് മാംഗോയും നീലം മാംഗോയും തമ്മിലുള്ള വ്യത്യാസം. ഇൻഡിജീനിയസ് റിലേറ്റീവ്ലി സ്മോൾ മാംഗോസ്, എന്താണ്, റിലേറ്റീവ്ലി സ്മോൾ മാംഗോസ് ആയിരിക്കും. നീലം മാംഗോ ബിഗ് സൈസ് മാംഗോ ആയിരിക്കും. സോർ ഓർ സ്വീറ്റ് ടേസ്റ്റ്. എന്താണ്, ഇൻഡിജീനിയസ് മാംഗോന് സോറും ഉണ്ടാകും, നല്ല മധുരം ഉണ്ടാകും അല്ലേ. നീലത്തിനോ വെരി സ്വീറ്റ് ടേസ്റ്റ് മാംഗോ അല്ലേ. ഇനി ഗ്രോസ് വെല്ലി ഇൻ അവർ സോയിൽ, ഇൻഡിജീനിയസ് മാംഗോ നമ്മുടെ മണ്ണിൽ വളരും എന്ന് കഴിഞ്ഞാൽ നമ്മൾ നീലം മാംഗോ നമ്മുടെ മണ്ണിൽ വളരില്ല. ഇനി ഇൻഡിജീനിയസ് മാംഗോ ഡോണ്ട് നീഡ് സ്പെഷ്യൽ കെയർ. എന്താണ്, തന്നെ അങ്ങ് വന്നോളും. നീലം മാംഗോ ആണെങ്കിലോ നീഡ് സ്പെഷ്യൽ കെയർ, നമ്മളൊരു പ്രത്യേക പരിചരണം കൊടുക്കേണ്ടി വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്തിരി ഞാൻ കൂടിപ്പോയി. ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങോട്ട് നീട്ടി വലിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിനപ്പുറം പറയുന്നു. പക്ഷെ എന്താ, അത് വീഡിയോ ഓണാക്കിയില്ല, ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചു പോയി എനിക്ക്. ഓക്കെ, താങ്ക് യു. പാർട്ട് 3 പെട്ടെന്ന് തന്നെ എന്തായിരിക്കും, കമ്മിങ് ആയിരിക്കും അല്ലേ. ഓക്കെ, എന്താണ്, പാർട്ട് 3 പെട്ടെന്ന് തന്നെ കമ്മിങ് സൂൺ ആയിരിക്കും.
ഇതിൻ്റെ ഇമോജീസ് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഈ കൈയുടെ ഇമോജി എന്താണ് നിങ്ങൾക്ക് നമ്മളെ ക്ലാസ് മനസ്സിലായെങ്കിൽ അല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാവുന്നവർ ഈ ഇമോജി ഇടുക. അമ്മ നിങ്ങളും ചെയ്യാം മുഴുവൻ കറക്റ്റാക്കി എഴുതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ കയ്യിൽ ഇമോജി എടുക്കുന്ന ഇമോജി ഇടാം. ഓക്കെ മക്കളെ, എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ എന്താണ് ഹാർമണി ഓഫ് യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവലിലെ ചാപ്റ്റർ 1 റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്കൂളിലൊക്കെ എടുത്താണ് റിക്കിയുടെ റോബോട്ടിൻ്റെ ഒക്കെ. ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, PYQ ഉൾപ്പെടെ. അപ്പോൾ അതാരാണ് ശ്രീനന്ദയാണ് എടുക്കുന്നത്. മലയാളം ഗ്രാമശ്രീകളെല്ലാവരും കണ്ടോ? ആ എടുത്ത ആൾ തന്നെയാണ് നമ്മുടെ ഗ്രാമശ്രീകളും ഇംഗ്ലീഷും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും ഓടിപ്പോയി കാണാം. അപ്പോൾ PYQ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഓടിപ്പോയി നിങ്ങൾ കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ വേറൊരു കുഴപ്പമില്ല, നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട്, ബട്ട് ലൈക്കും കമൻറ്റും ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. നമ്മുടെ ഭാരതത്തിലേയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.